ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്നാണ് കരുതിയത്. പക്ഷേ അപ്പത്തിന് വൈകുന്നേരം അയക്കണം. പിന്നെ ഇപ്പം നമ്മളുള്ളത് ഫുജാറയ്ക്ക് പോവാണ്. പാസൽസിൻ്റെ ഒരു ഷൂട്ടുണ്ട്. അവിടെയും ഇവിടെയാണ് നമ്മളെ മ്യൂസിക്കൽ റോഡ് ഉള്ളത്. UAE എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ റോട്ടിൽ വണ്ടി പോകുന്നതിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഒരു മ്യൂസിക് വരിക എന്ന് പറഞ്ഞാൽ അതിനൊന്നും പറയല്ലേ. മ്യൂസിക് സ്ട്രീറ്റ് കാണിച്ചെടുക്കുക. മ്യൂസിക് സ്ട്രീറ്റിലേക്ക് നമ്മുടെ കിടക്കാണ്. ഓക്കെ, ഇവിടെ വന്നാൽ മ്യൂസിക് സ്റ്റാർട്ടാകും. അവിടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് മ്യൂസിക്കിൻ്റെ. അത് ആ പോണ നമുക്ക് ഇതിൻ്റെ മുന്നിൽ ചാടിക്കില്ലെങ്കിൽ നല്ല മ്യൂസിക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ മ്യൂസിക് കൊളാവും. മ്യൂസിക് കേട്ടോളി. നിങ്ങൾ വിചാരിക്കും ധൂമജാല ഇതാവുന്നല്ല, ഇത് വേറെന്തോ സബ്ബാണ്. കഴിഞ്ഞ് സംഭവേ കുറെ ആൾക്കാര് ഞാൻ ഇങ്ങനെ കുറെ ഹൈപ്പ് കണ്ടിട്ട് ഈ സാധനം കാണാൻ വേണ്ടി വന്നു. ഇപ്പോഴല്ല, കുറച്ച് ദിവസം മുന്നേ ഫിറോസ് കാടൊപ്പം വന്നേ. അന്ന് ഗൂഗിൾ മാപ്പ് ചതിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് കാണിച്ചിട്ട് ആ നടുവിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് വണ്ടി തിരിച്ച് പിന്നെ അങ്ങനെ പോയിട്ട് ഫിറോസ് ഖാന്റെ പേജിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക വീഡിയോ. അപ്പം നമ്മളിങ്ങനെ പോവാണ് ഫുജേറയ്ക്ക്. എന്തായാലും മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പ്രശസ്തമായ കവിയുടെ മ്യൂസിക്കാന്ന് പറയുന്നുണ്ട്, ഏതോ മ്യൂസിഷ്യൻ്റെ മ്യൂസിക്കാന്ന് പറയുന്നുണ്ട്. ഫുജേറയിൽ പുതിയ പാസൻസിൻ്റെ ഏറ്റവും വലിയ സ്റ്റോറാണെന്നുള്ള പറഞ്ഞത്. പോയേക്കാം. അപ്പം നമ്മൾ ഫുജേറയിലാണ്. ഫുജേറയിൽ പാസൻസിൻ്റെ കുറച്ചാണ് പോയാൽ. പാസൻസിൻ്റെ പുതിയ ഷോറൂം നാളെ ഇനാഗുറേഷൻ ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ എന്നാ വരികയെന്ന് എനിക്കറിയില്ല. ഇതാ പുതിയ ഔട്ട്ലെറ്റ് ഇതാണ്. ഇത് മുന്നേ സാജിദ ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ വീഡിയോ ചെയ്യാനല്ല, വേറൊരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ പണികളിങ്ങനെ പുരോഗമിക്കുന്നുണ്ട് പാസൻസ്. അപ്പോൾ അതിനുള്ളിലേക്ക് എങ്ങനെ കയറുക? പുറത്ത് കൂടെ ഇവിടെ നിർത്താം. ഈ ദോശ ഹട്ടൊക്കെ നമ്മൾ അറിയുന്ന ടീം കേട്ടോ. ഇതാ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. നാളെ വൈകുന്നേരം വീഡിയോ ഇടണം കേട്ടോ പറഞ്ഞിക്കണ്. ഓക്കെ, വന്നോക്ക്. ബാ. ഹായ് ബ്രോ, ഹൗ ആർ യു? കൺഗ്രാറ്റ്സ്. വേറെ അത് എന്തല്ല എന്തല്ലാണോ സാറല്ലേ? എന്താ ശേഷം രാതല്ലേ? ഒന്നുമില്ല. എപ്പോ വന്നേ? ഓ സാർ എത്തൂല, വെറുതെ കളവ് കണ്ടാലും. സംഭവം കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് പിന്നെ മല്ലൂടി എക്സ്പി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഓനിപ്പോ ഇങ്ങനെ അത്യാവശ്യം ഉഷാറായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ദുബായില് ഒരുപാട് വ്ളോഗർമാര് എന്ത് ചെയ്യുന്നുണ്ട്, മല്ലൊക്കെ അത്യാവശ്യം ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് പോണിന്റെ ഉള്ളിൽ അവിടെ സൗദി ബ്രോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഓരോ ഷവർമി വാങ്ങിയിട്ട് അങ്ങ് കൂടാ. ഇൻഷാല്ലാ 1 മണിക്കൂർ 38 മിനിറ്റോ കാണിക്കേണ്ട പഠിച്ചത്. ഫുജേറയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കഴിക്കേണ്ടതാണ് സൗദി ബ്രോസ്റ്റിലെ ബ്രോസ്റ്റ്, ഷവർമ, അതേമാതിരി ഗ്രിൽ ചിക്കൻ വിത്ത് മന്തി റൈസ്. കിട്ടില്ല സാധനം. ഇതെല്ലാം നമുക്ക് ഷവർമ കഴിക്കാം. പോകും എവിടെയെങ്കിലും ഒരു കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് തുടങ്ങും. പിന്നെ 2 ഷവർമ. സ്പൈസി, വല്ലാണ്ട് സ്പൈസി ആക്കണ്ടെന്നാ. സ്പൈസി. പിന്നെ വേറൊരു കാര്യം, 2 വെള്ളം വേണം. ഞാൻ ഫുജേറയിൽ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ ബ്രോസ്റ്റോ കഴിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കൊടുന്നിട്ട് അതേമാതിരി ഷോപ്പ് ഇപ്പോൾ തുടങ്ങിയ കണ്ടു ഞാൻ. പ്രത്യേകിച്ച് ഈ മലയാളീസിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഓരോ സ്ഥലത്ത് ഒരാൾക്ക് ഒരു കച്ചവടം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് പോയിട്ട് വേറൊരു ഷോപ്പ് അതേ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോപ്പ് ഇടുക. എനിക്കറിയില്ല ആളുകളൊക്കെ ഇതിൽ എന്ത് ഉല്ലാസമാണ് കാണുന്നത് എന്നുള്ളത്. കാരണം എന്നിട്ട് 2 കൂട്ടർക്കും കച്ചവടം ഇല്ലാത്ത രീതിയിൽ അതിന് വില കുറച്ച് കൊടുക്കുക, അങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്യണ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല എന്താ ഇതുമ്പോൾ കിട്ടുന്നില്ല. ആ ഭാഗത്തുള്ള ആൾക്കാർക്കുള്ള വരവാണ് നിൽക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരണം. അതായത് ഒരു ഫുഡിൻ്റെ സൂക്കൊക്കെ ആക്കി മാറ്റണം അല്ലേ. അതായത് ഒരു സൈഡിൽ ബ്രോസ്റ്റർ ആണെങ്കിൽ ഒരു സൈഡിൽ വേറെ എന്തെങ്കിലും, ഒരു സൈഡിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഫുഡ് സൂക്കാവും. അപ്പോൾ അവിടെ ആളുകൾ ഓടിയെത്തും. ഇത് അപ്പുറത്ത് കൊടുക്കണം, അതേ സാധനം അപ്പുറത്ത് കൊടുക്കുക, വില കുറച്ച് കൊടുക്കുക. അത് ഭയങ്കര തെണ്ടിത്തരം കേട്ടോ. ആര് ചെയ്യുകയാണെങ്കിലും. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടാണ്. ഇതാ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. സൗദി ബ്രോസ്റ്റിൽ നിങ്ങൾ വന്നാൽ ഇവിടുത്തെ പ്രശ്നമാണ്. ഇത്രയും വലിപ്പുണ്ടാവും ഷാർപ്പ.
കഴിക്കേണ്ട ആൾക്കാർക്ക് വയറ് നിറച്ച് കഴിക്കാൻ എത്ര റംസാൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, നോക്കണം. നമുക്ക് എന്തായാലും സൈഡാക്കാം അല്ലേ, അതുപോലെ നല്ലത് അതിനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മൊത്തം മേത്ത് കൂടെ പോകും. പക്ഷെ മേലോട്ട് കയറിയല്ലോ അടച്ചാണ്. കഴിച്ചോക്കാം. വിട്ടോ വിട്ടോ. അതേമാതിരി ഇത് ഭയങ്കര ജ്യൂസി ആക്കും ആണേ. കണ്ടോ, ഇത് മേത്തി കൂടെ ഒക്കെ ചിലപ്പോൾ എന്താവും, വണ്ടി സൈഡാക്കണം. അയ്യവാ, സിഗ്നലെത്തി, സിഗ്നൽ. അപ്പോൾ സുഖമാണ്, ഇവിടെ നിർത്താം. അപ്പോൾ കഴിക്കുകയാണ്. സ്പൈസിയാണ് പറഞ്ഞത് കേട്ടോ, മീറ്റ സാധനമായിരിക്കും. ബിസ്മില്ലാ. സാധനം പൊടി കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ ഫുജേറ വരികയാണെങ്കിൽ സൗദി ബ്രോസിന്ന് സ്പൈസി ഷവർമ ഒന്ന് കഴിച്ചുകൊണ്ട് വയറ് നിറയും. 6 ദിറംസാണ് അവർ ചാർജ് ചെയ്യുന്നത്, അതിന് ഡബിൾ വേർത്താണ്. എന്തായാലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇതേമാതിരി വീഡിയോസ് ഇടണമെന്നുണ്ട്. അതേമാതിരി ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ സംസാരിക്കണമെന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ റീൽസിലൂടെയും ടിക്ടോക്കിലും ഒക്കെ ഓരോ മിനിറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ നമുക്കൊരിക്കലും നമ്മളതായിട്ടുള്ള ഒരുപാട് എന്ത് കാര്യങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി മുതലുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് യൂട്യൂബിലും നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്.